ഈ രണ്ട് പേര് തമ്മിൽ പിരിഞ്ഞു പോകുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ മാത്രം മരിക്കുകയും ഒരാൾ മാത്രം ജീവിക്കുകയും ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ ശരിക്കും അങ്ങനെയാണ്. കാരണം നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കില്ല. അങ്ങനെ ഒരുപോലെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഭാഗ്യവാൻ ഭാഗ്യവതി, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കൂടുതലും ഒരാളിൽ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും. അയാൾക്ക് അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു പ്രതിസന്ധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റേ ആളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വിട്ടിട്ട് പോകാൻ തയ്യാറാവുന്നത്. അല്ലെങ്കിൽ അത്ര വേദനിച്ചിട്ടായിരിക്കണം ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. പക്ഷേ നിങ്ങൾ എവിടെ ആ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തോ അവിടെ മറ്റേ ആൾ മരിക്കുകയാണ് ശരിക്കും ചെയ്തത്. കാരണം അവിടെ അയാൾ സ്റ്റക്കായി പോവാണ് ചെയ്യണത്. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളത് വിട്ടിട്ട് പോകുമ്പോൾ ഒപ്പത്തിൽ ഉള്ള ഒരാൾ മരണപ്പെടുകയാണ്, മറ്റേ ആൾ ജീവിക്കുകയാണ്. മറ്റേ ആൾ കുറച്ചുകൂടി കഴിയുമ്പോൾ മൂവ് ഓണായി പെട്ടെന്ന് തന്നെ ഒരാളുമായിട്ട് റിലേഷനും കാര്യങ്ങളൊക്കെ ആവും. പക്ഷേ ഇപ്പുറത്ത് നിൽക്കണ ഓപ്പോസിറ്റ് നിൽക്കണ ആൾ നിങ്ങളെ ഓർത്ത് ചിലപ്പോൾ വർഷങ്ങളും മാസങ്ങളും പിന്നെയും നിങ്ങൾക്കൊരു ചാൻസ് കൂടി തരാൻ തയ്യാറാവുന്ന ഒരാളായിരിക്കും. ആ റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോകുന്നവരോടാണ് ഞാൻ പറയുന്നത്, നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക തന്നെ വേണം. പക്ഷെ അതാരെയും വേദനിപ്പിച്ചുകൊണ്ടോ ആരെയും കൊന്നുകൊണ്ടോ ആവരുത്. ലൈഫിലെ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നാൽ ആ നിമിഷത്തിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പെയിൻ മനസ്സിലാവുള്ളൂ. സോ നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, വിഷമിപ്പിക്കാതിരിക്കുക, പക്ഷെ നമുക്ക് വേണ്ടി ജീവിക്കുക.